ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം. നമുക്കിന്ന് ആത്മോപദേശ ശതകത്തിലെ 20ാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം വായിക്കാം. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഇതിൻ്റെ സാരം, പ്രപഞ്ചത്തിന് ആത്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല. പ്രപഞ്ചത്തിന് ബോധമല്ലാതെ വേറൊരു സത്തയില്ല. വേറൊരു സത്ത ഉണ്ടെന്ന് ലോകർ പറയുന്നതെല്ലാം ഊഹഹീനമാണ്, വിചാരശൂന്യമാണ്. പൂമാല പാമ്പാണെന്ന് വിഡ്ഢിക്ക് തോന്നിയാലും മനോഹരമായ പൂമാല പാമ്പാകുകയില്ലല്ലോ. ഗുരുദേവൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സത്യം ബോധ്യപ്പെടുത്തുകയാണ്. ഉലകിന് വേറൊരു സത്തയില്ല. ഉലകിന് ആത്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല. പ്രപഞ്ചത്തിന് ആത്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല. ഉലകർ ഉരപ്പതു സർവം ഊഹഹീനം. അങ്ങനെ ഉണ്ടെന്ന്, വേറൊരു സത്ത ഉണ്ടെന്ന് ലോകർ പറയുന്നുണ്ടെങ്കിൽ അത് ഊഹഹീനമാണ്, അതായത് വിചാരശൂന്യമാണ്. അതെങ്ങനെ നമുക്കത് തെളിയിക്കാൻ പറ്റുമോ? ആത്മീയ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ് സത്യമെന്നാണ് ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. യാതൊന്നാണ് തെളിയിക്കാൻ പറ്റുന്നത്, അതാണ് സത്യം എന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. തെളിയിക്കാൻ പറ്റുന്നതിനെ അടിസ്ഥാനമാക്കണം. ഇതൊക്കെയാണ് യുക്തിവാദം. വളരെ ശരിയായിട്ട് തോന്നാം. എന്നാൽ ഗുരു പറഞ്ഞ ഈ ആത്മസത്ത തെളിയിക്കാം. നാം ഓരോരുത്തരും അത് പിന്തുടരുക, അല്ലാതെ വേറൊരു വഴിയില്ല. ഇത് ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടണമെങ്കിൽ ഈ വഴിയിലൂടെ നടന്ന് അത് ബോധ്യപ്പെടണം. ശാസ്ത്രം തെളിയിക്കാൻ പറ്റുമെങ്കിൽ ആത്മസത്തയും തെളിയിക്കാം. ഗുരു ആ വഴി സഞ്ചരിച്ച് മരുത്വാമലയിലെത്തി തപം ചെയ്ത് കണ്ണുകൾ 5 ഉള്ളടക്കി ഉള്ളിലേക്ക് നോക്കി ആത്മലോകത്തിലേക്ക് സഞ്ചരിച്ച് സത്യം കണ്ടെത്തി. ശാസ്ത്രബോധകർ ഇതിനെ നിഷേധിച്ചെന്ന് വരാം. അതായത് ഇതേതുപോലെയാണ്, ബോംബെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് ബോംബെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ ഒരു പട്ടണമൊന്നുമില്ല, ഞാൻ പോകാത്തത് കൊണ്ട് അതില്ല എന്ന് സമർത്ഥിക്കുന്നതാണ് ശാസ്ത്രബോധകർ. ഗുരു തൻ്റെ ത്യാഗത്തിലൂടെയാണ് ഈ പ്രപഞ്ച സത്യം കണ്ടെത്തിയത്. വീടും കുടുംബവും എല്ലാം ത്യജിച്ച് സഞ്ചരിച്ച് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കുറേ അനുഭവങ്ങൾ, അറിവുകൾ നേടി ഇന്നും പ്രയാസമുള്ള മരുത്വാമലയിൽ കയറി തപസ്സനുഷ്ഠിച്ച്, ഇതെല്ലാം അന്വേഷണ വഴികളാണ്, ആത്മാന്വേഷണ വഴികളാണ്, കഷ്ടപ്പെടുന്ന വഴിയാണ്. ഇതറിയുക എന്നതാണ് ഇതിൻ്റെ വഴി. പ്രപഞ്ച സത്യം അറിയുക എന്നതാണ്, തിരിച്ചറിവാണ് ഇതിൻ്റെ വഴി. ഗുരു നടന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈ വിഷയം മനസ്സിലാക്കാം. ത്യാഗപൂർണമായ ഈ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഗുരു പറയുന്നത്, ഉലകിന് വേറൊരു സത്തയില്ല, ഞാൻ എന്ന ബോധമല്ലാതെ വേറൊന്നില്ല. അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാണ്, വിചാരശൂന്യമാണ്. ആത്മാന്വേഷണം ചെയ്യാത്തവൻ അങ്ങനെ പറയും. പ്രപഞ്ച സത്യം അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിൻവലിച്ച് സ്വന്തം ഉണ്മയെ അന്വേഷിക്കുന്ന, ഉത്ബോധം അന്വേഷിക്കുന്ന ആത്മാന്വേഷണ രീതി, ആത്മീയ രീതിയാണത്. ഉണ്മയെ അറിയുന്നതിലൂടെ പ്രപഞ്ചത്തെ അറിയുക.
ഈ ശാസ്ത്രം എന്നത് തലച്ചോറിൻ്റെ വഴിയാണ്. അത് അറിഞ്ഞാൽ പിന്നെയും അറിയാൻ കുറേ ബാക്കി നിൽക്കും. എന്നാൽ ആത്മാന്വേഷണം ഹൃദയത്തിൻ്റെ വഴിയാണ്. അത് ഒന്നറിയുമ്പോൾ എല്ലാം അറിയുന്നു. തൻ്റെ ഉണ്മയെ തിരിച്ചറിയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ അറിയുന്നു. ആത്മസത്തയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന് ഗുരു വ്യക്തമായി പറയുന്നു. ഉലകിന് ആത്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല എന്ന് ഗുരുവിന് ദർശനത്തിൽ വെളിപ്പെടുത്തി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇനി അടുത്തത്, ജളന് വിലേശയമെന്നു തോന്നിയാലും, ജളൻ വിഡ്ഢി അല്ലെ ചിന്താശേഷി ഇല്ലാത്തവൻ, അവന് വിലേശയൻ പാമ്പാണെന്ന് തോന്നിയാലും എന്തെന്ന്, നലമിയലും മലർമാല നാഗമാമോ. നലമിയലും മനോഹരമായ മലർമാല പൂമാല പാമ്പാകുമോ? മനോഹരമായ പൂമാല പാമ്പാകുമോ? ചിലപ്പോൾ നമുക്ക് ഇരുണ്ട വെളിച്ചത്തിൽ അങ്ങനെ തോന്നിയേക്കാം, ചിലർക്ക് തോന്നിയേക്കാം. വ്യത്യസ്തർക്ക് വ്യത്യസ്ത രീതിയാണല്ലോ. പലരും പല വിധത്തിലാണ് ലോകത്തെ കാണുന്നത്. അവരവരുടെ താല്പര്യത്തിനും അറിവിനും അനുസരിച്ചാണ് പലരും പലതലത്തിൽ ലോകത്തെ കാണുന്നത്. പക്ഷെ ഗുരു ചോദിക്കുന്നത് വേറൊരു രീതിയാണ്. വിഡ്ഢിക്ക് പൂമാല നാഗമാണെന്ന് കരുതിയാലും പൂമാല എക്കാലത്തെങ്കിലും പാമ്പാകുമോ, നാഗമാകുമോ? ഒരിക്കലും പാമ്പാകുകയില്ല, ഇല്ല. അതാണ് സത്യം. ഉലകിന് ആത്മസത്തയല്ലാതെ വേറൊരു സത്ത ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ പ്രപഞ്ച സത്യം അങ്ങനെയായി മാറുമോ? ആത്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനമാണ് ഗുരു നടത്തുന്നത്. ഗുരു എന്ന ദാർശനികന്റെ വ്യക്തതയാണിത്. തൻ്റെ തപസ്സിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൽ ഗുരു ബോധ്യപ്പെട്ട ആ സത്യമായതുകൊണ്ടാണ് ഗുരു കൃത്യമായി വ്യക്തമായി സുനിശ്ചിതമായി പ്രഖ്യാപിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ പരമാർത്ഥം താൻ എന്ന ഉണ്മയാണ് എന്ന് അറിയുന്ന ഒരാൾക്ക് വേറൊന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ വ്യക്തതയാണ് ഗുരുവിൻ്റെ മഹത്വം. ഈ വരികളിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്ര വ്യക്തതയോടു കൂടിയാണ് ഗുരു തൻ്റെ ധ്യാനാത്മകമായ സത്യം അവതരിപ്പിക്കുന്നത്. പഠിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ അല്ല, കണ്ടറിഞ്ഞ ദൃഢനിശ്ചയം, ദർശനത്തിലേക്കൂടി കിട്ടിയ ദൃഢനിശ്ചയം, ബോധത്തിൽ തെളിഞ്ഞ തിരിച്ചറിവാണിത്. പൂമാല കണ്ടിട്ട് ജളന് പാമ്പാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ തോന്നി എന്നു കരുതി പൂമാല ഒരിക്കലും പാമ്പാകില്ല. ഈ സത്യത്തിന് യാതൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഗുരു ഉറപ്പിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏക സത്യം ആത്മസത്തയാണ്. പ്രപഞ്ചത്തിൻ്റെ ഏക സത്യം ആത്മസത്തയാണ്. ആത്മസത്തയെ അറിഞ്ഞ് ഉൾക്കൊണ്ട് തൻ്റെ ഉണ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഉണ്മയെ പിന്തുടർന്ന് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന പ്രക്രിയയാണ് ഭക്തി. ഗുരുവിൻ്റെ കാഴ്ച ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വഴി തെളിയിക്കാം. ഗുരുവിൻ്റെ വ്യക്തമായ കാഴ്ച പിൻപറ്റി ഗുരുവിൻ്റെ ഉൾക്കാഴ്ചയെ പങ്കുവെച്ച് ജീവിതത്തെ ശക്തിപ്പെടുത്താം. സങ്കോചം കൂടാതെ നമ്മെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെ നമുക്ക് ജീവിക്കാം. ആ ജീവിതം സാർത്ഥകമാകും, വിജയപ്രദമാകും. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഹരി ഓം നമഃ ശിവായ.